ഭൂമിക്ക് പുറത്തും ജീവനുണ്ടോ? നമ്മളെല്ലാം ഒരു സംശയവും കൗതുകവും ഒക്കെ തോന്നിക്കുന്ന ഒരു ചോദ്യമാണിത്. എന്നാൽ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം US ഗവൺമെന്റ് ഒരു സീക്രട്ട് മിലിറ്ററി ബേസിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നെവാഡ ഡെസേർട്ടിന്റെ അതീവ രഹസ്യമായ ഏരിയ 51ന്റെയും ബോബ് ലസാറിന്റെയും കഥയാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സുഹൈൽ മൊയ്തീൻ. ലെറ്റ്സ് ഗോ. ബോബ് ലസാറിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഏരിയ 51 എന്താണെന്ന് നോക്കാം. ഏരിയ 51 US ഗവൺമെന്റിന്റെ നെവാഡ ഡെസേർട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സീക്രട്ട് മിലിറ്ററി ബേസ് ആണ്. ഇതിന്റെ ഒരു എക്സിസ്റ്റൻസ് US ഗവൺമെന്റ് പതിറ്റാണ്ടുകളോളം മറച്ചുവെച്ചു. അതായത് 2013 മാത്രമാണ് ഏരിയ 51 എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി US ഗവൺമെന്റിന് ഉണ്ടെന്ന് അവർ വെളിപ്പെടുത്തുന്നത്. ഏരിയ 51ൽ പലപ്പോഴും UFO സൈറ്റിംഗ്സ്, അതായത് അന്യഗ്രഹ ജീവികളുടെ പേടകങ്ങൾ കാണപ്പെടുന്നതായിട്ടും സീക്രട്ട് എക്സ്പെരിമെന്റ്സ് നടക്കുന്നതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഏരിയ 51 വളരെയധികം സെക്യൂരിറ്റി എൻഫോഴ്സ്ഡ് ആണ്. പുറത്തു നിന്നൊരാൾക്ക് ഏരിയ 51ലേക്ക് കടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഏരിയ 51ന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പലർക്കും നല്ല താല്പര്യമായിരുന്നു. ഇനി നമുക്ക് കഥയിലെ നായകനായ ബോബ് ലസാറിലേക്ക് വരാം. ബോബ് ലസാർ ഒരു സയന്റിസ്റ്റ് ആണ്. 1989 ആദ്യമായിട്ട് അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത്. അതായത് ആ സമയത്ത് US ഗവൺമെന്റ് ഏരിയ 51 എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് അംഗീകരിച്ചിട്ടില്ല. 2013 മാത്രമാണ് ഏരിയ 51 എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി US ഗവൺമെന്റ് ഉണ്ടെന്ന് അവർ അംഗീകരിക്കുന്നത്. 1989 ഇന്റർവ്യൂവിൽ ബോബ് ലസാർ പറഞ്ഞത് ഇങ്ങനെയാണ്: താൻ വർക്ക് ചെയ്യുന്നത് ഏരിയ 51ന്റെ അടുത്തുള്ള S4 എന്ന് പറയുന്ന ഒരു സൈറ്റിലാണ്. അവിടെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് UFO റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണത്രേ. അതായത് UFO എന്ന് വെച്ചാൽ അന്യഗ്രഹ ജീവികളുടെ പേടകമാണ്. അതിനെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്യുക എന്ന് വെച്ചാൽ അതിലുള്ള ഹൈ എൻഡ് ടെക്നോളജീസ് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനാണ് അദ്ദേഹം അവിടെ സഹായിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആ പേടകം പ്രവർത്തിക്കുന്നത് ഇലക്ട്രിസിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ജെറ്റ് ഫ്യൂവൽ കൊണ്ടോ അല്ല. ആ പേടകം പ്രവർത്തിക്കുന്നത് എലമെന്റ് 115 എന്ന് പറയുന്ന ഒരു ഫ്യൂവൽ കൊണ്ടാണ്. എലമെന്റ് 115 എന്ന് പറയുന്ന ഫ്യൂവൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ആ പേടകത്തിന് സ്വന്തമായിട്ടൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടായിരുന്നുവെന്നും ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഗ്രാവിറ്റേഷണൽ ഫീൽഡിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ ആ പേടകം സഞ്ചരിക്കുമ്പോൾ യാതൊരു സൗണ്ടോ അല്ലെങ്കിൽ ഇനേർഷ്യയോ വരില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അത് മാത്രമല്ലാതെ ആ പേടകത്തിന്റെ പല ഡീറ്റെയിൽസും അദ്ദേഹം നൽകി. ആ പേടകത്തിൽ ഉണ്ടായിരുന്ന സീറ്റുകളൊക്കെ വളരെ ചെറുതായിരുന്നുവെന്നും അതിലെ വയറിംഗ് ഒന്നും നമുക്ക് പുറത്തുനിന്ന് കാണാൻ സാധിക്കില്ല എന്നും മനുഷ്യരുടെ ചിന്ത കൊണ്ട് അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുമെന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. ഇതുകൂടാതെ ഏരിയ 51ന്റെ മാപ്പ് എങ്ങനെയാണെന്നും അവിടുത്തെ മിലിറ്ററി ബേസിന്റെ ലേഔട്ട് എങ്ങനെയാണെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. ഇന്റർവ്യൂവിന് ശേഷം ബോബ് ലസാറിന്റെ എംപ്ലോയ്മെന്റ് റെക്കോർഡ്സ് ഒക്കെ എങ്ങനെയോ നഷ്ടമാവുകയാണ്. US ഗവൺമെന്റിന്റെ റെസ്പോൺസ് ഇങ്ങനെയായിരുന്നു: ബോബ് ലസാർ US ഗവൺമെന്റിന് വേണ്ടി വർക്ക് ചെയ്തതിന് യാതൊരു തെളിവുമില്ല. കാൾടെക്കിലോ MITയിലോ ബോബ് ലസാറിന്റെ ഒരു എംപ്ലോയ്മെന്റ് റെക്കോർഡ് പോലും ഇല്ല. പിന്നെ ഏരിയ 51ന്റെ എക്സിസ്റ്റൻസിന്റെ കാര്യത്തിൽ US ഗവൺമെന്റ് അന്ന് സൈലന്റ് ആവുകയാണ് ചെയ്തത്. ഏരിയ 51 എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആ ഒരു റെസ്പോൺസിൽ US ഗവൺമെന്റ് അറിയിച്ചില്ല. ഇതോടെ ബോബ് ലസാറിനെ പല സയന്റിസ്റ്റുകളും പരിഹസിക്കാൻ തുടങ്ങി. ബോബ് ലസാർ പറഞ്ഞതെല്ലാം തെറ്റാണെന്നും അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണെന്നുമാണ് പലരും പറഞ്ഞത്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞത് ബോബ് ലസാർ പറയുന്നതിലും കാര്യമുണ്ട്, US ഗവൺമെന്റ് എന്തൊക്കെയോ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 2003ലും 2017ലും രണ്ട് ഞെട്ടിക്കുന്ന വാർത്തകൾ വരുന്നത്. 2003 റഷ്യൻ സയന്റിസ്റ്റുകൾ എലമെന്റ് 115 അവരുടെ ലബോറട്ടറിയിൽ സിന്തസൈസ് ചെയ്തെടുക്കുകയാണ്. ഇതിനവർ പേര് നൽകിയത് മോസ്കോവിയം എന്നാണ്. 2017 US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് അവരുടെ ഫൈറ്റർ പ്ലെയിനിൽ നിന്നും റെക്കോർഡ് ചെയ്ത 3 UFO ഫുട്ടേജസ് റിലീസ് ചെയ്തു. ഈ 3 ഫുട്ടേജസിലും നമുക്ക് കാണാൻ സാധിച്ചത് UFO സഞ്ചരിക്കുന്നത് സൗണ്ടോ ഇനേർഷ്യയോ ഇല്ലാതെയാണ്. അതായത് ബോബ് ലസാർ പറഞ്ഞതുപോലെ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ മാനിപ്പുലേറ്റ് ചെയ്ത് സൗണ്ടോ ഇനേർഷ്യയോ ഇല്ലാതെയാണ് ഈ UFOs സഞ്ചരിക്കുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് റിലീസ് ചെയ്യുന്നതോടെ ബോബ് ലസാർ തന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം എല്ലാവരും വീണ്ടും ഒന്ന് ചിന്തിക്കുകയാണ്. ബോബ് ലസാർ അന്ന് പറഞ്ഞത് UFOs സഞ്ചരിക്കുന്നത് ഗ്രാവിറ്റേഷണൽ പുള്ളിനെ മാനിപ്പുലേറ്റ് ചെയ്ത് സൗണ്ടോ ഇനേർഷ്യ ഇല്ലാതെയാണ്. ഇതേ രീതിയിലാണ് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പുറത്തുവിട്ട 3 ഫുട്ടേജസുകളിലും UFO ട്രാവൽ ചെയ്യുന്നത്. ഇതോടെ ബോബ് ലസാറിന്റെ സപ്പോർട്ടേഴ്സിന്റെ എണ്ണം വർദ്ധിച്ചു. ബോബ് ലസാർ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പലരും വിശ്വസിക്കാൻ തുടങ്ങി. എന്നാൽ മറ്റു ചിലർ പറഞ്ഞത് ബോബ് ലസാർ ഒരു തട്ടിപ്പുകാരനാണെന്നും ഈ UFOയുടെ ഇൻസിഡന്റ് വെറും ഒരു കോയിൻസിഡൻസ് ആണെന്നുമാണ്. ബോബ് ലസാർ ഒരു തട്ടിപ്പുകാരനാകാം, അല്ലെങ്കിൽ ബോബ് ലസാർ പറയുന്നതെല്ലാം ശരിയുമാവാം. എന്നാലും ഏരിയ 51ൽ എന്തിനാണ് ഇത്ര സീക്രസി?
എന്ത് രഹസ്യമാണ് ഏരിയ 51 ലോകത്തിൽ നിന്നും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? എന്തുതരം എക്സ്പെരിമെന്റുകളാണ് ഏരിയ 51ൽ നടക്കുന്നത്? ഏരിയ 51ഉം ഏലിയൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും ഇന്നും ഒരു ചുരുളഴിയാത്ത രഹസ്യമായി തുടരുകയാണ്. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഏരിയ 51നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൈൽ മൊയ്തീൻ സൈനിങ് ഓഫ്.